തീവ്രവാദ സ്വഭാവമുള്ള ഏതെങ്കിലും സംഘടനകളുടെ സ്ലീപ്പിംഗ് സെല്ലുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ? അത് നമ്മൾ നോക്കുന്ന മണ്ഡലത്തിലേക്ക് ഞങ്ങളുടെ ഭാഗത്ത് നല്ല നിരീക്ഷണം അതിലുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് എല്ലാ കേന്ദ്ര സർക്കാരിന് കിട്ടുന്ന ഇൻപുട്സും നമുക്ക് ഇവിടത്തുള്ള ഇൻപുട്സും രണ്ടും വെച്ചിട്ട് നോക്കുന്നതാണ്. അതിലേക്ക് നമുക്ക് അത് വളരെ ശ്രദ്ധയോടെ നമ്മുടെ ഭാഗത്തുണ്ട് നല്ല ശ്രദ്ധ അതിലുണ്ട്. ആ ഓർഗനൈസേഷന് നിരോധിച്ചതിന് ശേഷം കുറേ ആളുകൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് പേര് അവരുടെ പ്രവർത്തനം മാറ്റിയത് വേറെ സ്വാഭാവികമായിട്ടുള്ള അവരുടെ പാർട്ടീസും SDP അതുപോലത്തുള്ള അംഗങ്ങൾ പോയിട്ടുണ്ടോ അതിലേക്ക്. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു നല്ല നിരീക്ഷണം തുടർന്നുണ്ട്, അതിലെ സംശയം. ഒരുപക്ഷെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പദവിയിൽ നിന്നാണ് സംസ്ഥാന പോലീസ് മേധാവിയിലേക്ക് വരുന്നത്, IBയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ. ആ ചുമതലയിലിരിക്കുമ്പോൾ ഒരുപക്ഷെ രാജ്യത്തിന് ഭീഷണിയായിരിക്കുന്ന കാര്യങ്ങളെല്ലാം നന്നായി അറിയാവുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഇപ്പോൾ നിലവിൽ രാജ്യം ഏതെങ്കിലും തരത്തിൽ ഭീഷണി നേരിടുന്നുണ്ടോ? അല്ല, ഈ എത്ര നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ അതിൻ്റെ കുറച്ചാൽ നല്ലതിന് ഈ ഭീഷണികൾ ഇപ്പോഴും ഉണ്ട്. നമുക്ക് ടെറർ എലിമെൻറ്റ്സിൻ്റെ നല്ല നിരീക്ഷണം നടക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരും പിന്നെ സംസ്ഥാനങ്ങളിലെ എല്ലാ പോലീസും നല്ല രീതിയിൽ പ്രവർത്തനം ചെയ്തുകൊണ്ട് കുറേയധികം നമ്മുടെ ടെററിസ്റ്റ് ഇൻസിഡൻസിന് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഡ്രോൺസും പിന്നെ ഡ്രഗ്സിൻ്റെതും കൂടെ ഇതിൽ നമുക്ക് ടോട്ടലി പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും കുറേയധികം നമുക്ക് ഇതിലേക്ക് നല്ല ആക്ഷൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ബോത്ത് സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് പോലീസ് ഫോഴ്സസിൻ്റെ ഒരു നല്ല പ്രവർത്തനം കൊണ്ടല്ല. സർ, തീവ്രവാദ സ്വഭാവമുള്ള ഏതെങ്കിലും സംഘടനകളുടെ സ്ലീപ്പിംഗ് സെല്ലുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ? അത് നമ്മൾ നോക്കുന്ന മണ്ഡലത്തിലേക്ക് ഞങ്ങളുടെ ഭാഗത്ത് നല്ല നിരീക്ഷണം അതിലുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് എല്ലാ കേന്ദ്ര സർക്കാരിന് കിട്ടുന്ന ഇൻപുട്സും നമുക്ക് ഇവിടത്തുള്ള ഇൻപുട്സും രണ്ടും വെച്ചിട്ട് നോക്കുന്നതാണ്. അതിലേക്ക് നമുക്ക് അത് വളരെ ശ്രദ്ധയോടെ നമ്മുടെ ഭാഗത്തുണ്ട് നല്ല ശ്രദ്ധ അതിലുണ്ട്. ആ തീവ്രവാദ സംഘടനകളും ആരെങ്കിലും എസ്പെഷ്യലി പാക് ഇൻ്റലിജൻസ് ബേസ്ഡ് ഓപ്പറേഷൻസ് അവർ നടക്കാനുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് നല്ല ശ്രദ്ധ ഞങ്ങളുടെ ഭാഗത്തുണ്ട്. അതിലേക്ക് ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിച്ചു, പക്ഷേ ആ സംഘടനയുടെ സ്ലീപ്പിംഗ് സെല്ലുകൾ കേരളത്തിലുണ്ടെന്ന അങ്ങനെയുള്ള ഒരു നിരീക്ഷണം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. അതിനെ എങ്ങനെയാണ് കാണുന്നത്? ആ ഓർഗനൈസേഷന് നിരോധിച്ചതിന് ശേഷം കുറേ ആളുകൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് പേര് അവരുടെ പ്രവർത്തനം മാറ്റിയത് വേറെ സ്വാഭാവികമായിട്ടുള്ള അവരുടെ പാർട്ടീസും SDP അതുപോലത്തുള്ള അംഗങ്ങൾ പോയിട്ടുണ്ടോ അതിലേക്ക്. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു നല്ല നിരീക്ഷണം തുടർന്നുണ്ട്, അതിലെ സംശയം. ഇത്തരം തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളിലേക്ക് പോകാതിരിക്കാൻ, അത് തടയാൻ, അവരുടെ ആശയപ്രചാരണം തടയാൻ പോലീസ് എന്തെങ്കിലും മുൻകരുതൽ എടുക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ ആശയപ്രചാരണത്തിൽ പോയ ആളുകളെ തിരിച്ച് അവരെ മറ്റ് ദേശീയതയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ടോ? നമ്മുടെ ഇതിൻ്റെ നാരേറ്റീവാണ് ഇത്. ബേസിക്കലി നമ്മുടെ കൗണ്ടർ റാഡിക്കലൈസേഷൻ നാരേറ്റീവ് വളരെ ഇമ്പോർട്ടൻ്റ്. അതിലേക്ക് നമുക്ക് സമൂഹത്തോട് ബന്ധപ്പെടുക, ലീഡേഴ്സെ ബന്ധപ്പെടുക, പിന്നെ ഇതിലുള്ള ആ പ്രവണത കാണിക്കുന്ന ആളുകളിലേക്ക് എസ്പെഷ്യലി സോഷ്യൽ മീഡിയ മോണിറ്ററിങ്ങും മറ്റേതെല്ലാം നോക്കിയിട്ട് ആരാണത് നോക്കിയിട്ട് അതുപോലത്തെ ആളുകളിൽ നമ്മുടെ സമൂഹത്തിൽ തിരിച്ചു കൊണ്ടുപോകാനത് ഒരു ഗ്രേഡഡ് പോലീസ് റെസ്പോൺസ് നമുക്കുണ്ടാവും. നമ്മുടെ ആരെങ്കിലും അങ്ങനെ ഒരു പ്രൊക്ലിവിറ്റി കാണിക്കുവാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫാമിലിയായിട്ട് ബന്ധപ്പെടുക, പിന്നെ സമൂഹത്തിന് ലീഡേഴ്സ്, കമ്മ്യൂണിറ്റി ലീഡേഴ്സ് ബന്ധപ്പെട്ടിട്ട് അവരിന് അങ്ങോട്ട് പോവാതെ നമ്മുടെ സമൂഹത്തിൽ തന്നെ നിൽക്കുന്ന ഒരു ഭാഗം ഞങ്ങളുടെ ഭാഗത്തുണ്ടോ കമ്മ്യൂണിറ്റിയിൽ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ സർ, ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ സ്ട്രെസ്സ് കൂടുന്നുണ്ടോ? ഈ ആത്മഹത്യ, സൂയിസൈഡ് ടെൻഡൻസി കൂടുന്നതായിട്ട് കുറേ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സമ്മർദ്ദം കുറയ്ക്കാൻ എന്ത് ചെയ്യും? പോലീസിൽ എന്തെങ്കിലുമൊക്കെ അറിയാം, ജോലിഭാരം കൊണ്ട് പിന്നെ ജോലിൻ്റെ ഒരു രീതി കൊണ്ടാണ് കൂടുതൽ സ്ട്രെസ് ഉണ്ടാവും. അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി 2-3 കാര്യങ്ങൾ നമ്മൾ നോക്കുന്നതിലേക്ക്. ഒരെണ്ണം പരിഷ്കാരങ്ങൾ വരുമ്പോഴത്തേക്ക് പോലീസ് ഉദ്യോഗസ്ഥരുടെ അവരുടെ സെൻസിറ്റൈസേഷൻ, ജോലിയിൽ ഉണ്ടായിട്ടുള്ള ഹൗ ടു ഹാൻഡിൽ ദ സ്ട്രെസ്, അതിനെ പറഞ്ഞിട്ട് നമുക്ക് അവർക്ക് കുറച്ച് കൂടുതൽ ട്രെയിനിങ് കൊടുക്കുക, ആവശ്യമുള്ള രീതിയിൽ ഇതാക്കുക. പിന്നെ പോലീസിന് ഞങ്ങൾ തമ്മിൽ കുറച്ചുകൂടെ നല്ല സൗഹൃദം ഉണ്ടാക്കാൻ വേണ്ടി, ഒരു ഫാമിലി യൂണിയൻ ആക്കാൻ വേണ്ടി സാധിക്കുവാണെങ്കിൽ സ്ട്രെസ് കുറയ്ക്കാൻ സാധിക്കാൻ പറ്റുന്നുണ്ട്. സ്ട്രെങ്ത് കൂട്ടേണ്ട ആവശ്യമുണ്ടോ? മാൻ പവർ കുറവാണോ ഇപ്പോൾ പോലീസ്? സ്ട്രെങ്ത് ഡെഫിനറ്റായിട്ട് നമുക്ക് ഇപ്പോൾ നമ്മൾ 60,000 പോലീസ് ഉണ്ട് ഇവിടെ ഉണ്ട്. ഇതൊക്കെ തീർച്ചയായിട്ടും നമ്മളതിൽ സർക്കാരിൻ്റെ എല്ലാ പിന്തുണ നമുക്കുണ്ടതിൽ എല്ലാം വേക്കൻസീസിന് ഫിൽ ചെയ്യാൻ വേണ്ടിയുള്ള സർക്കാരിൻ്റെ പിന്തുണ ഉള്ളത് കൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് ഉള്ള വേക്കൻസീസ് കുറവാണ്, അതെല്ലാം ഞങ്ങൾ ഫിൽ ചെയ്യും. ഈ ലാസ്റ്റ് ഈ ഗുണ്ടകൾ, ക്രിമിനൽസ് പോലീസിനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി തൃശ്ശൂരിൽ. അതിനുശേഷം 1-2 സ്ഥലങ്ങളിൽ സമാനമായ സാഹചര്യം ഉണ്ടായി. തൃശ്ശൂരിൽ പോലീസ് അതിന് നേരിട്ടു. പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ തെരുവിൽ ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പറ്റുന്നത്? അത് പാടില്ല. അതിന് വളരെ കർശനമായിട്ട് നടപടി ഉണ്ടെങ്കിൽ ഭാഗത്തുണ്ടോ. നമുക്കുള്ള നിയമങ്ങൾ കാപ്പ ഉണ്ട്,
പിന്നെ അതേപോലെ തന്നെ ഈ ഓർഗനൈസ്ഡ് ക്രിമിനൽസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിനെ വളരെ സ്ട്രോങ് ആയിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യാം സംശയം ഇതിലേക്ക്